CMRL മാസപ്പടി കേസിൽ എക്സാലോജിക് ഉടമയും പ്രതിപക്ഷ നേതാവിന്റെ മകളുമായ വീണ ടി നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാവുന്നതിൽ ഇളവ് തേടി. അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് ഒഴിവ് ചോദിച്ചത്. വിഷ്ണു സുരേഷ് വിവരങ്ങളും ചേർന്നു. വിഷ്ണു, അങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന പ്രതികൾ ചെയ്യുന്നതാണ് അങ്ങനെ നീട്ടി ചോദിക്കുക എന്നുള്ളത്. അതിൽ ഇഡിയുടെ ഒരു പ്രതികരണം ഇനി നിർണായകമാകും. ഇഡി എപ്പോഴാകും അതിന് മറുപടി കൊടുക്കുക? വിഷ്ണു, അഷ്മി ഇന്ന് തന്നെ അതിനുള്ള മറുപടി നൽകും. സ്വാഭാവികമായി ആദ്യ സമൻസാണ്. ആദ്യ സമൻസിൽ ഇളവ് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ അനുവദിക്കാറുണ്ട്. അത് തന്നെ ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരുപക്ഷെ തിങ്കളാഴ്ചയായിരിക്കും വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ അത് അലൗ ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായി ഉള്ളത്. വലിയ ചോദ്യാവലിയൊക്കെ തയ്യാറാക്കി വീണയെ കാത്തിരിക്കുകയായിരുന്നു ഇഡി. പക്ഷേ അനാരോഗ്യമുണ്ട്, തനിക്ക് ഹാജരാവാനാവില്ല. രേഖകൾ അഭിഭാഷകർ മുഖേന നാളെ തന്നെ ഹാജരാക്കാം, മറ്റൊരു ദിവസം അനുവദിക്കണം എന്നുള്ളതാണ് വീണ അയച്ചിട്ടുള്ള മറുപടി സന്ദേശം. അതിപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതിലിപ്പോൾ ഒരു 10-12 മണിയോടുകൂടി തന്നെ അതിനൊരു റിപ്ലൈ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുണ്ടാവും. മറ്റൊരു ദിവസം അനുവദിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായി ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലായി ഈ കേസിൽ ഇഡി കണക്കാക്കുന്നത് വീണ ടിയുടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പരമപ്രധാനമായ ഒരു ചോദ്യം, എന്ത് സേവനമാണ് വീണ ടിയുടെ എക്സാലോജിക് എന്ന കമ്പനി CMRL നൽകിയുള്ളതാണ്, അതിനു വേണ്ടിയിട്ടാണോ ഈ പണം ലഭ്യമായത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പരമപ്രധാനമായി ഇഡി തേടുക. പക്ഷേ അതിന് നേരിട്ട് തേടാൻ അതൊരു അല്പസമയം കൂടി അല്ലെങ്കിൽ 2-3 ദിവസം കൂടി കാത്തിരിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് അനുവദിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ബാക്കി എല്ലാ കാര്യങ്ങളും ഇഡിയുടെ പക്കലുണ്ട്. പ്രത്യേകിച്ച് SFIയുടെ അനുബന്ധ രേഖകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു കോടതി ഡോക്യുമെന്റായി തന്നെ ഇഡിക്ക് വാങ്ങാൻ സാധിച്ചു. അതൊരു ഒഫീഷ്യൽ തെളിവായി മാറിയിട്ടുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുണ്ട്. ഒപ്പം മറ്റ് തെളിവുകൾ, ഈ നേരത്തെ നടത്തിയിട്ടുള്ള CMRLന്റെ ഉടമ അടക്കം ചോദ്യം ചെയ്തിട്ടുള്ള തെളിവുകളുണ്ട്. ഇന്നിപ്പോൾ ഒരു സാധ്യതയുള്ളത് ഈ CMRLന്റെ ഉദ്യോഗസ്ഥരാരെങ്കിലും ഹാജരായാൽ മാത്രം ഹാജരാകാനുള്ള ഒരു സാധ്യതയുണ്ട്. 9 പേർക്കാണ്, വീണയ്ക്ക് പുറമെ മറ്റ് 9 പേർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് CMRL ഉദ്യോഗസ്ഥരടക്കം. അവരിൽ ചില ആളുകളൊക്കെ ഇന്നും നാളെയും ഒക്കെ ആയി എത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വളരെ കാര്യക്ഷമമായി തന്നെ ഇഡി അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതിൽ ഇഡി നാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്ന വീണ ടി അവർ മറ്റൊരു ദിവസം തേടിയിരിക്കുകയാണ്. അതിനുള്ള മറുപടി ഇഡി ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി അറിയിക്കും. വിഷ്ണു, നോട്ടീസ് കൊടുത്തന്ന് നമ്മൾ ഫോണിൽ സംസാരിക്കും. വിഷ്ണു പറഞ്ഞായിരുന്നു ഇതുപോലെ ചിലപ്പം നീട്ടി ചോദിച്ചേക്കാവുന്നു. അത് എന്തെങ്കിലും സൂചനയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണോ അതോ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തുള്ള അനുഭവത്തിൽ പറഞ്ഞാണോ വിഷ്ണു? പക്ഷേ സ്വാഭാവികമായും ആദ്യ സമൻസുകളിൽ അങ്ങനെ പൊതുവെ ആളുകൾ വരാറില്ല. പ്രത്യേകിച്ച് ഒരു VIP പരിവേഷമുള്ള ആളുകളാണെങ്കിൽ അവരങ്ങനെ വരാറില്ല. പക്ഷേ ഇവിടെ അവർ ആരോഗ്യ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ വസ്തുത നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കമന്റിലേക്ക് പോകുന്ന പ്രശ്നമുണ്ട്. എന്നാൽ പോലും ആദ്യ സമൻസിൽ പൊതുവെ ആളുകൾ വരാറില്ല. നമുക്കറിയാം, ഇപ്പോൾ തോമസ് ഐസക്കിന്റെ കേസിൽ 8 സമൻസം കണ്ടാണ് ഇവിടെ നയിച്ചത്. അതിൽ അദ്ദേഹം പിന്നീട് കോടതി പോയി ഇഡി വാസസ് തോമസ് ഐസക് ഫൈറ്റിലൊക്കെ പോയി നമ്മൾ കണ്ടതാണ്. പല ആളുകളും ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് പല ആളുകളും ആദ്യ സമൻസിൽ വന്നില്ല. ഏറ്റവും അവസാനം 3ാമത്തെ സമൻസിലൊക്കെയാണ് ആളുകൾ എത്തിയത്. സ്വാഭാവികമായി ആദ്യ സമൻസിലേക്ക് ആളുകൾ എത്താറില്ല. അവർക്കൊരു പ്രിപ്പറേഷൻ ടൈമൊക്കെ ഉണ്ടാകും. അഭിഭാഷകരിൽ നിന്ന് ഉപദേശം എടുക്കേണ്ട സാഹചര്യമുണ്ട്. അതൊക്കെ എടുത്തിട്ട് വളരെ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും അവരും വരിക. കാരണം ഇഡി പൂർണ്ണ സജ്ജമായിരിക്കും ചോദ്യം ചെയ്യലിന്. അവർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട്, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ, ഡാറ്റാസ് അവരുടെ മുൻപിലുണ്ടാകും. അപ്പോൾ ആ ചോദ്യം ചെയ്യലിനെ നേരിടുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് ആദ്യ സമയങ്ങളിൽ പൊതുവെ ആളുകൾ വരാറില്ല. വന്നിട്ടില്ല എന്നല്ല, പക്ഷെ പൊതുവെ ആളുകൾ വരാറില്ല. അത് ആ സാഹചര്യമാണോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് തന്നെ ഇഡിക്ക് ഒരു നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് ആദ്യ സമൻസ് കൂടിയാണ്. അതുകൊണ്ട് ഇഡി അലൗ ചെയ്യും. വീണയുടെ ആവശ്യം, റിക്വസ്റ്റ് അലൗ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഓക്കെ, വിഷ്ണു സുരേഷാണ് വാർത്തകൾ വിവരങ്ങൾ നൽകി. നോട്ടീസ് നൽകിയപ്പോൾ തന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.